വിശുദ്ധ മത്തായി സുവിശേഷം 19 അധ്യായം 1 മുതൽ 12 വചനങ്ങളിലൂടെ ഈശോ പഠിപ്പിക്കുന്നത് വിവാഹത്തിൻ്റെ പവിത്രതയും ശ്രേഷ്ഠതയും പറ്റിയും വിവാഹമോചനം ദൈവത്തിന് എതിരാണെന്നുള്ള 4 കാര്യങ്ങളെ പറ്റിയാണ് വചനം പഠിപ്പിക്കുന്നത്. ഒന്നാമതായിട്ട് വിവാഹത്തിൻ്റെ ശ്രേഷ്ഠതയെപ്പറ്റി ഈശോ പഠിപ്പിക്കുകയാണ്. സൃഷ്ടാവ് ആദ്യം മുതലേ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അതിനാൽ വിവാഹം എന്ന കൂദാശയിലൂടെ ഒന്നായി തീരുന്ന പുരുഷനും സ്ത്രീയും ഏക ശരീരമായി തീരും. എന്നാൽ പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒരു ശരീരമായി തീരും. ആകെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. അതായത് വിവാഹം എന്ന കൂദാശയിലൂടെ ഒരു ജീവിതത്തിൻ്റെ മുഴുവൻ പങ്കാളികളായിട്ട് ഒരു ശരീരമായിട്ട് പിന്നീട് ഒരിക്കലും അത് വേർപ്പെടുത്താതെ പരസ്പരം താങ്ങ് തണലുമായി ക്ഷമിച്ചും സഹിച്ചും വിട്ടുകൊടുത്തും ദൈവപ്രകാരം ഒരു നല്ല ജീവിതം നയിച്ച് ദൈവത്തിൻ്റെ മക്കളായിട്ട് നാം എല്ലാവരും മാറണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. രണ്ടാമതായിട്ട് വചനം 9 മുതൽ വചനം മനസ്സിലാക്കി തരികയാണ്. ലൈംഗിക അധർമ്മികതയുടെ പരസംഗം അല്ലെങ്കിൽ വ്യഭിചാരം എന്ന പാപത്തിൻ്റെ ഭീകരതയെപ്പറ്റിയാണ്. വിവാഹം എന്ന കൂദാശയിലൂടെ ഒരു ശരീരമായി തീരുന്ന പുരുഷനെയും സ്ത്രീയും വേർപ്പെടുത്താൻ കഴിയുന്നതിന് കാരണമായി തീരുന്ന വലിയ പാപമാണ് ലൈംഗിക അധർമ്മികത. ഏക ശരീരമായി തീരുന്ന ഭാര്യാഭർത്തൃബന്ധം, കുടുംബജീവിതം, ഇവയെല്ലാം നശിപ്പിക്കാൻ കാരണമായിട്ട് ലൈംഗിക അധർമ്മികതയ്ക്ക് മാറാൻ കഴിയും. അതിനാൽ നാം ആ പാപത്തിൽ വീഴാതിരിക്കാനും കുടുംബജീവിതവും ഭാര്യാഭർത്തൃബന്ധവും നശിപ്പിക്കാതിരിക്കാനും ദൈവത്തിനും ദൈവകൽപ്പനയ്ക്കും എതിരായിട്ട് പ്രവർത്തിക്കാതിരിക്കാനും നാം പരിശ്രമിക്കണം. അതിനുള്ള കൃപയ്ക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാമെന്ന് വചനം അർപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് വചനം പഠിപ്പിക്കുന്നത് പരസംഗം മൂലമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുന്നു. അതായത് നിസ്സാര കാര്യങ്ങളുടെ പേരിൽ, അതായത് പരസ്പരം വിട്ടുകൊടുക്കാനും ക്ഷമിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും കഴിയാതെ സ്വന്തം സുഖസന്തോഷങ്ങൾക്ക് വേണ്ടി വിവാഹം മോചിപ്പിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്യുമ്പോൾ നാം വ്യഭിചാരം എന്ന പാപമാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവം യോജിപ്പിച്ച് മനുഷ്യനെ വേർപ്പെടുത്തരുത്, വിവാഹമോചനം സ്വീകരിച്ച് മറ്റൊരാളെ വിവാഹം ചെയ്ത് വ്യഭിചാരം എന്ന പാപം ചെയ്യരുതെന്ന് വചനം അർപ്പിക്കുകയാണ്. നാലാമതായിട്ട് വചനം പഠിപ്പിക്കുന്നത് സ്വർഗരാജ്യത്തെ പ്രതി ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്നവർക്ക് അതിൻ്റെ ഫലം സ്വർഗത്തിൽ ലഭിക്കുമെന്ന് ഈശോവചനം പഠിപ്പിക്കുകയാണ്. വിവാഹമോചനത്തിലൂടെ ഒരു ശരീരമായി തീരുന്ന ജീവിത പങ്കാളികൾ അത് പിന്നീട് ഒരിക്കലും മോചിപ്പിക്കാതെ ജീവിതകാലം മുഴുവൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പരസ്പരം താങ്ങും തണലുമായിട്ട് ഒരു ശരീരമായി ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് ഈശോ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനപ്പെടാൻ ഇഷ്ടപ്പെടുകയും കുട്ടികൾക്കും മറ്റുള്ളവർക്കും വചനം പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർ ചില സബ്സ്ക്രൈബ് ലൈക്കും കമൻറ്റും ചെയ്യുമല്ലോ. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.